ഹായ് ആസ്പിരൻസ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, നമ്മുടെ IDBAയുടെ ജൂനിയർ അസിസ്റ്റന്റ് മാനേജർ എക്സാമിന്റെ അഡ്മിറ്റ് കാർഡ് ഔട്ട് ആയിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ ഇത് പ്രകാരം നമ്മുടെ എക്സാം കണ്ടക്ട് ചെയ്യുന്നത് ഡിസംബർ 15-ാം തീയതിയാണ് എക്സാം നടക്കുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ എല്ലാവരും അതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് പോകുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമ്മുടെ IBPS PO പോലെ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പേപ്പർ ആയിരിക്കില്ല, അതുപോലെ തന്നെ ഒരുപാട് ഹൈ ലെവൽ ആയിട്ടുള്ള പേപ്പറും ആയിരിക്കില്ല. IDBAയുടെ ഒരു മോഡറേറ്റ് പേപ്പർ തന്നെ ആയിരിക്കും IDBA എക്സാംസ് യൂഷ്വലി കണ്ടക്ട് ചെയ്യാറുള്ളത്. ഓക്കെ, പിന്നെ ഏറ്റവും അഡ്വാൻറ്റേജ് ഉള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ IDBAയുടെ വളരെ പെട്ടെന്ന് തന്നെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുകയും അതിൻ്റെ ഫർദർ പ്രൊസീഡിങ്സ് ഒക്കെ വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ചെയ്യുകയും അതുപോലെ തന്നെ അപ്പോയിൻമെന്റ് പെട്ടെന്ന് ആവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ശരിക്കും IDBAയുടെ വളരെ നല്ല രീതിയിലുള്ള ഒരു പോസിറ്റീവ് പോയിന്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് കൺസേൺ സൈറ്റിൽ നിന്നും IDBAയുടെ ഹോൾ ടിക്കറ്റ് അല്ലെങ്കിൽ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഡിസംബർ 15 വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. 15-ാം തീയതിയാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് അതിൻ്റെ സിലബസിലോട്ട് പോവാം, എങ്ങനെയാണ് ഓരോ സബ്ജക്റ്റും അറ്റംപ്റ്റ് ചെയ്യുന്നതെന്നും നമുക്ക് നോക്കി പോവാം കേട്ടോ സ്റ്റുഡൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് സെക്ഷൻ നോക്കുമ്പോൾ ലോജിക്കൽ റീസണിങ്ങും ഡാറ്റ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻ, നമ്മുടെ ആപ്റ്റിറ്റ്യൂഡിൽ വരുന്ന DI എന്ന് പറയുന്ന സെക്ഷനും കൂടെ ഒരുമിച്ചാണ് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ, ഏത് സെക്ഷൻ നിങ്ങൾ മെയിൻസിന് അറ്റൻഡ് ചെയ്യുമ്പോഴും ആദ്യം ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ കൺസേൺഡ് ആയിട്ടുള്ള സെക്ഷൻ ഒരു 2-3 മിനിറ്റ് എടുത്തിട്ട് എല്ലാ ക്വസ്റ്റ്യൻസും ഒന്ന് എന്ത് ചെയ്യുക, ഓടിച്ച് ഒന്ന് വായിച്ചു നോക്കുക. എന്നാൽ മാത്രമേ വളരെ എഫക്റ്റീവായിട്ട് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും, ഏതൊക്കെ ഇഗ്നോർ ചെയ്യണം, ഏതൊക്കെയാണ് നിങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ള ഏരിയാസിലുള്ള ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ സ്റ്റുഡൻസ്, ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നീട് ആ കൺസേൺഡ് ആയിട്ടുള്ള സെക്ഷനിൽ ഏതാണ് കുറച്ച് എളുപ്പമുള്ള പ്രോബ്ലംസ് അത് ആദ്യം സോൾവ് ചെയ്യുക, എന്നിട്ട് കുറച്ച് ലെവൽ കൂടിയ പ്രോബ്ലത്തിലോട്ട് പോയാൽ മതി. ഇതേ പ്രോസസ്സ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാ ചാപ്റ്റേഴ്സിനും ഫോളോ ചെയ്യേണ്ടതാണ് കേട്ടോ. ഇപ്പോൾ GK ആയാലും ഇംഗ്ലീഷ് ആയാലും ആപ്റ്റിറ്റ്യൂഡ് ആയാലും റീസണിങ് ആയാലും ഈ ഒരു പ്രോസസ്സ് വേണം നമ്മൾ എന്ത് ചെയ്തു പോവാൻ കേട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ ഇംഗ്ലീഷിൻ്റെ കേസാണ് നമ്മൾ പറയുന്നതെങ്കിൽ, നിങ്ങൾ റെഗുലറായിട്ട് ഒരു പേപ്പർ വായിക്കുന്ന ഒരു ആളാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇംഗ്ലീഷിൽ ഒരു 4 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. റെഗുലർ ബേസിസിൽ വായിച്ചു പോകണം, ക്ലാസ്സസ് വളരെ നല്ല രീതിയിൽ എല്ലാ ക്ലാസ്സസും നിങ്ങൾ കണ്ടുപോകണം, നല്ല രീതിയിൽ പഠിച്ചു പോകണം ക്ലാസ്സസ്. അതിന് പുറമെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നല്ല രീതിയിൽ തന്നെ ഇംഗ്ലീഷ് വൊക്കാബുലറി ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പേപ്പേഴ്സും നല്ല രീതിയിൽ തന്നെ വായിച്ചു പോകണം കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് ഇംഗ്ലീഷിൽ എന്താവുള്ളൂ, നല്ല ഒരു സ്കോർ കിട്ടുള്ളൂ കേട്ടോ. ശരിക്കും ഇംഗ്ലീഷ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ മെയിൻസിൽ പഠിച്ചു പോകേണ്ട ഒരു സബ്ജക്റ്റ് തന്നെയാണ് കേട്ടോ. ഇംഗ്ലീഷും ഒരു കൺസേൺഡ് ആയിട്ടുള്ള ഒരു എക്സാമിന് ക്ലിയർ ചെയ്യാനുള്ള ഒരു ഡിസൈഡിങ് ഫാക്ടർ ആയിട്ടും ആക്ട് ചെയ്യും. ഓക്കെ, ഇനിയിപ്പോൾ നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ സെക്ഷൻ വരുമ്പോൾ, അപ്പോൾ എല്ലാ സ്റ്റുഡൻസും പറയാറുണ്ട് കുറച്ച് കാൽക്കുലേറ്റീവ് ആണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് മെയിൻസിൻ്റെ പെർസ്പെക്റ്റീവിൽ വരുമ്പോൾ. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്ന ഒരു സ്ട്രാറ്റജി എന്താണെന്ന് വെച്ചാൽ, നേരത്തെ പറഞ്ഞ പോലെ 2-3 മിനിറ്റ്സ് എടുത്തിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, എല്ലാ കൺസേൺഡ് ആയിട്ടുള്ളതും ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, റീഡ് ചെയ്ത് പോവുക. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, എളുപ്പമുള്ള പ്രോബ്ലംസ് നമുക്ക് പറ്റുന്ന പ്രോബ്ലംസ് ഒരു 20 എണ്ണം ഉണ്ടെങ്കിൽ അതിൽ എളുപ്പമുള്ള പ്രോബ്ലംസും നമ്മൾ എന്ത് ചെയ്യുക, സെഗ്രിഗേറ്റ് ചെയ്യുക. ഒരു 10 എണ്ണം എളുപ്പമുള്ളതുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അത് ചെയ്യുക, എന്നിട്ട് ബാക്കിയുള്ളത് ചെയ്തു പോവുക. ഓക്കെ, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എപ്പോഴും എന്താണ്, കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള പ്രോസസ്സ് തന്നെയാണ്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, എല്ലാ ദിവസവും നല്ല രീതിയിൽ സിംപ്ലിഫിക്കേഷൻ, അതുപോലെ തന്നെ സീരീസ് അങ്ങനത്തെ ചെയ്തു പോകുന്നവർക്ക്, അതുപോലെ തന്നെ ഡെയിലി ബേസിസിൽ ഓരോ അരിത്തമെറ്റിക്സിൻ്റെ സെക്ഷനും കവർ ചെയ്ത് പോകുന്നവർക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ആപ്റ്റിറ്റ്യൂഡിൻ്റെ സെക്ഷൻസ് എന്ത് ചെയ്യാൻ പറ്റും, വർക്കൗട്ട് ചെയ്ത് പോകാൻ പറ്റും കേട്ടോ. നല്ല രീതിയിൽ തന്നെ അത് കൺസേൺഡ് ആയിട്ടുള്ള എക്സാമിന് പ്രസൻറ്റ് ചെയ്യാനും പറ്റും. അത് നിങ്ങൾ എത്ര നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നോ അത്രയും നല്ല രീതിയിലുള്ള ഒരു റിസൾട്ട് എക്സാമിന് റിഫ്ലക്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ജനറൽ അവയർനെസ്, കമ്പ്യൂട്ടർ അവയർനെസ്. ജനറൽ അവയർനെസ് പെർട്ടിക്കുലർലി ഫോക്കസിങ് ഓൺ എന്താണ്, എക്കണോമിക് ആൻഡ് ബാങ്കിങ് റിലേറ്റഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ GK പഠിക്കുമ്പോൾ എക്സാക്ട്ലി ഒരു 4 മാസത്തെ GK വളരെ എഫക്റ്റീവായിട്ട് പഠിച്ചു പോവുക. ഒരു 6 മാസത്തെ GK നിങ്ങൾ കവർ ചെയ്യുക, പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് നിങ്ങൾ 4 മാസത്തെ GK നന്നായി പഠിക്കുക. അതുപോലെ തന്നെ സ്റ്റാറ്റിക് ആയിട്ടുള്ള GKസും നിങ്ങൾ പഠിച്ചു വെക്കുക. അത് എല്ലാ എക്സാംസിനും നിങ്ങൾക്ക് എന്താകും, ഉപകാരമാകും കേട്ടോ. അപ്പോൾ GK എന്ന് പറയുന്നത്
വളരെ നല്ല രീതിയിലുള്ള ഒരു ഡിസൈഡിങ് ഫാക്ടറാണ് ഒരു എക്സാം ക്ലിയർ ചെയ്യാനും കേട്ടോ. ശരിക്കും മെയിൻസിൻ്റെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ ഇംഗ്ലീഷും GK എന്ന് പറയുന്ന 2 സെക്ഷൻസും നിങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ കോൺസെൻട്രേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടതാണ് കേട്ടോ സ്റ്റുഡൻസ്. ഓക്കെ, അപ്പോൾ പറയുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ അവയർനെസ്സും കൂടെ ആ ജനറൽ അവയർനെസ് സെക്ഷനിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ സർഫസ് ആയിട്ടുള്ള, അതായത് ഒരുപാട് ഇൻഡെപ്ത് ആയിട്ട് പഠിച്ചു പോകേണ്ട, നിങ്ങൾ ഓൺലി സർഫസ് എല്ലാ കണ്ടന്റും നമ്മുടെ കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് പഠിച്ചു പോവുക. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്നവർക്ക് വളരെ എഫക്റ്റീവ് ആയിട്ട് ആ കൺസേൺഡ് ആയിട്ടുള്ള സെക്ഷനിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓരോ സെക്ഷൻസും ചെയ്തു പോകേണ്ടത്. ഇതിനെക്കാട്ടിലും ഉപരി എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ റെഗുലർ ആയിട്ട് മോക്സ് അറ്റംപ്റ്റ് ചെയ്യുക. ഓക്കെ, റെഗുലർ ആയിട്ട് മോക്സ് അറ്റംപ്റ്റ് ചെയ്താൽ ശരിക്കും ഒരു എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള ആംബിയൻസിൽ നിങ്ങൾക്ക് എഴുതി ശീലിക്കുക. നിങ്ങൾ വീട്ടിൽ നിന്ന് നല്ല രീതിയിൽ തന്നെ മോക്സ് എന്ത് ചെയ്യുക, എഴുതി ശീലിക്കുക. അപ്പോഴേ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള ആംബിയൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ട് നമ്മൾ ടൈം എടുത്ത് സോൾവ് ചെയ്യുന്നു പറഞ്ഞാൽ അതെല്ലാവർക്കും പറ്റുന്നതായിരിക്കും. പക്ഷെ കൺസേൺ മോക്ക് എടുത്തിട്ട് ആ ലിമിറ്റഡ് ടൈമിൽ നമ്മൾ എത്ര നല്ല രീതിയിൽ സോൾവ് ചെയ്യുന്നു, എങ്ങനെ പോകുന്നുണ്ട് നമ്മുടെ അപ്രോച്ച് എന്ന് നമുക്ക് അറിയണമെങ്കിൽ റെഗുലർ ആയിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം, മോക്സ് ചെയ്തേ പറ്റുള്ളൂ കേട്ടോ. ശരിക്കും മോക്സ് ശരിക്കും അതിൻ്റെ മാർക്സ് ശരിക്കും നമ്മുടെ IDBI എക്സാം ആയാലും ഏതൊരു എക്സാം ആയാലും എക്സാക്ട്ലി റിഫ്ലക്റ്റ് ചെയ്യുന്നതുമായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും IDBI എക്സാം വന്നിട്ട് ഒരു സ്റ്റെപ്പ് സ്റ്റോൺ ആയിട്ട് മാറട്ടെ. കാരണം ഇനി നമുക്ക് അപ്കമിങ് ആയിട്ട് ഒരുപാട് എക്സാംസ് വരുന്നുണ്ട് അല്ലേ. ഇൻഷുറൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാംസ് വരുന്നുണ്ട്, പിന്നെ ബാങ്കിങ്ങിൽ SBI ക്ലർക്ക് PO എക്സാംസ് ഒക്കെ വരുന്നുണ്ട്. അതിന് എല്ലാം ഒരു സ്റ്റെപ്പ് സ്റ്റോൺ ആയിട്ട് മാറട്ടെ നിങ്ങളുടെ IDBIയുടെ എക്സാം. അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. ഡെയിലി ബേസിസിൽ ഇനി ഒരു 4-5 ദിവസം കൂടെ നമുക്ക് പെൻഡിങ് ഉള്ളൂ. അപ്പോൾ 5 ദിവസമാണ് പെൻഡിങ് ഉണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, റെഗുലർ ആയിട്ട് 5 ദിവസവും മോക്സ് എടുത്ത് ചെയ്യുക, മോക്സ് അനലൈസ് ചെയ്യുക. ഏറ്റവും കൂടുതൽ ഈ അവസാനത്തെ നിമിഷത്തിൽ ഫോക്കസ് ചെയ്യേണ്ടത് ഇംഗ്ലീഷിനും നല്ല രീതിയിൽ ഒരു ടൈം അലോട്ട് ചെയ്യുക. അതുപോലെ തന്നെ GKക്ക് നല്ലോണം ടൈം നിങ്ങൾ എടുത്തോളൂ. കാരണം നിങ്ങൾ മാക്സിമം 4 മാസത്തെ GK കവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാൻസസ് ഓഫ് സെലക്ഷൻ അല്ലെങ്കിൽ ചാൻസസ് ഓഫ് ക്ലിയറിംഗ് മെയിൻസ് എക്സാം എന്ന് പറയുന്നത് വളരെ ഹൈ ആയിരിക്കും കേട്ടോ സ്റ്റുഡൻസ്. ഓക്കെ, അപ്പോൾ ഇതിനൊക്കെ ഉപരി നിങ്ങൾ എന്ത് ചെയ്യുക, വളരെ കാമായിട്ടിരിക്കുക, വളരെ ടെൻഷൻ ഒഴിവാക്കിയിട്ട് റിലാക്സ്ഡ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാംസിന് അപ്പിയർ ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക്. ഓക്കെ സ്റ്റുഡൻസ്, ബൈ. ഓക്കെ.